ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 400 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി എടുത്ത ശേഷം വെള്ളം നല്ലോണം വാർന്നിട്ട് തന്നെ എടുക്കുക കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ സ്ട്രെയിനറിൽ ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലാകുമ്പോൾ അങ്ങനെ അരഞ്ഞ് പേസ്റ്റ് പരുവത്തിലല്ല, നമുക്കൊരു ക്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല വലിയ ഒരു പൊട്ടോറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പൊട്ടോറ്റോ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. നല്ല വലിയ പൊട്ടോറ്റോ ആണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും 1 സവാളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിച്ചിരി പെരുംജീരകം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ടൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. വെള്ളമൊന്നും ചേർക്കാതെ വേണം. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാറുണ്ട്. ചെറിയ മുട്ട നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിച്ചിരി ലൂസാവും. അപ്പോൾ ഒരിച്ചിരി കോൺഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്തിട്ട് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാം. പാകത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ക്രഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അങ്ങനെ പേസ്റ്റ് പരുവത്തിലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പൊട്ടോറ്റോ വേവിക്കാത്ത പൊട്ടോറ്റോയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇനി ഇതിലോട്ട് ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മാവ് ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഒരു 1 2 അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂണ് കോൺഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കയ്യിലൊരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് ഒരു ഷേപ്പാക്കി ഒരു ബോൾസാക്കി എടുത്താൽ മതി. ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് ബോൾസാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ നിരത്തി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ല, എല്ലാം കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ്. അല്ലാതെ ഇത് വഴറ്റിയെടുക്കാനോ പിന്നെ ഫില്ലിങ് ചെയ്ത് വെച്ച് കൊടുക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്രൈ പാൻ എടുക്കുക, തവയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനോ എടുത്തിട്ട് ചൂടായി വന്ന ശേഷം എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എണ്ണ അധികം കഴിക്കാത്ത ആളാണെങ്കിൽ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ്. ഫ്ലെയിം ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറക്കുക. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലല്ല വെക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. പിന്നെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ അങ്ങനെ നല്ലോണം കനത്തിൽ ആക്കി എടുക്കണ്ട, കുറച്ചും കൂടെ ഫ്ലാറ്റായിട്ട് തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര കനത്തിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ തിന്നാക്കി ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ ബ്രൗൺ കളറായി കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സൈഡും കൂടെ ഒന്ന് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഓപ്ഷണലാണ്. എന്തായാലും വെന്ത് കിട്ടും. സൈഡ് കളറും കൂടെ ബ്രൗൺ കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് നേരമൊന്നും വെക്കുന്നില്ല. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റുന്നുണ്ട് ഇതിൽ നിന്നും. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ അല്ലേ. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതായിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റിയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മൾ ഉണ്ടാക്കിയ അളവിൽ.
അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിൽ അരിഞ്ഞതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്. മാവ് നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രെഡ് ക്രംസ് കോൺഫ്ലവറൊക്കെ ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും. മാവ് ലൂസാകാതെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ടൊമാറ്റോ കെച്ചപ്പോ മയോനൈസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്